എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഡാറ്റ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിൽ തുടർച്ചയായി 4-ാം വർഷവും ഒരു കമ്പനി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. അത് നമ്മൾ വിചാരിക്കുന്ന കമ്പനി തന്നെ ആയിരിക്കും. നിങ്ങളെല്ലാവരും റിലയൻസ് ആണ് ഇപ്പോൾ മൂല്യവത്തായ കമ്പനിയിൽ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പരിശോധിക്കാം ചെറുതായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനികളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ആരാണ് പുറത്തുവിട്ടത്? ഹുറൂൺ ലിസ്റ്റ്. അതായത് ആക്സിസ് ബാങ്കിന്റെ ബാങ്കിങ് യൂണിറ്റായ ബർഗണ്ടി പ്രൈവറ്റും ഹുറൂൺ ഇന്ത്യയും ചേർന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളുടെ പട്ടിക ഇപ്പോൾ പുറത്തിറക്കിയത്. പട്ടികയിലെ ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ GDP-യേക്കാൾ വളരെ കൂടുതലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്രയും മൂല്യം ഉണ്ട് ഈ 10 കമ്പനികൾ. സൗദി നമുക്കറിയാലോ, ലോകത്തിൽ കൂടുതൽ എണ്ണ മറ്റു രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ GDP-നേക്കാളും ഉയർന്നു നിൽക്കുകയാണ് ഈ കമ്പനികളുടെ മൂല്യം. അപ്പോൾ തുടർച്ചയായും 4-ാം വർഷം ഒന്നാം സ്ഥാനം നിലനിർത്തി നമ്മുടെ റിലയൻസ്. 17,52,650 കോടി രൂപയാണ് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൂല്യം. കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും റിലയൻസിന്റെ മൂല്യം ഏകദേശം 12% വർദ്ധിച്ചിട്ടുണ്ട് എന്നും അവരുടെ ഈ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും മൂല്യമത്തായ ഇന്ത്യൻ കമ്പനികളിൽ 2-ാം സ്ഥാനത്തുള്ളതോ TCS, ടാറ്റ കൺസൾട്ടൻസി. അതിന്റെ ഏകദേശം 16,10,800 കോടി രൂപയാണ് അതിന്റെ ഒരു മൂല്യം, TCSന്റെ മൂല്യം. പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ളത് HDFC ബാങ്കാണ്. അതിന്റെ മൂല്യം നോക്കുമ്പോൾ 14,22,570 കോടി രൂപയാണ് HDFCന്റെ നിലവിലെ മൂല്യം. 9,74,470 കോടി രൂപ മൂല്യമുള്ള ഭാരതി എയർടെലാണ് 4-ാം സ്ഥാനത്തുള്ളത്. 5-ാം സ്ഥാനത്ത് ICICI ബാങ്ക് ഉണ്ട്. അതായത് 9,30,720 കോടി മൂല്യമാണ് ICICI ബാങ്കിന് ഉള്ളത്. 7,99,000 കോടിക്ക് അടുത്ത മൂല്യം ഇൻഫോസിസിനും ഉണ്ട്. ഇൻഫോസിസ് ഇതിൽ പട്ടികയിൽ 6-ാം സ്ഥാനത്താണ് ഉള്ളത്. 7-ാം സ്ഥാനത്ത് ITCയും 8-ാം സ്ഥാനത്ത് L&Dയും ആണ് ഉള്ളത്. 9-ാം സ്ഥാനത്തുള്ളത് HCL ടെക്നോളജിയാണ്. 5,12,000 കോടിക്ക് അടുത്താണ് അതിന്റെ മൂല്യമുള്ളത്. ഇനി 4,70,000 കോടി മൂല്യമുള്ള NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതാണ് 10-ാം സ്ഥാനത്തുള്ളത്. ഈ കമ്പനികൾ എല്ലാം നമ്മൾ നോക്കിയാൽ ഈ കമ്പനികളെല്ലാം ആഭ്യന്തര ഓഹരി വിപണി ബെഞ്ച് മാർക്ക് സൂചികളായ BSE സെൻസെക്സിനെയും NSE നിഫ്റ്റി 50യെയും മറികടന്നു. ഇവ യഥാക്രമം 27-30% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അതായത് കമ്പനികളുടെ ശരാശരി വളർച്ച ഏകദേശം 40% ആയിരുന്നു എന്ന് പറയുന്നു. ഇവ കൂടാതെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനികളുടെ പട്ടികയിൽ NSE, അതുകൂടാതെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതുകൂടാതെ സെറോദ, അതുകൂടാതെ മേഘ എഞ്ചിനീയറിംഗ്, പാർലെ പ്രൊഡക്ട്സ് എന്നിവയാണ് അതിനുശേഷം ലിസ്റ്റ് ചെയ്യാത്ത ഏറ്റവും മൂല്യമുള്ള കമ്പനികൾ. അപ്പോൾ ഈ ചെറിയൊരു അറിവിന്റെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ വന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്മകൾ നേരുന്നു.